വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല മഴയൊക്കെയല്ലേ, ഇവിടെ നല്ല മഴയും തണുപ്പും ഒക്കെയാണ്. ഞാൻ രാവിലെ അമ്പാടിക്ക് ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നഴ്സറിയിൽ പറഞ്ഞു വിട്ടേ. പിന്നെ ഒരു 11 മണിയായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ കുറച്ച് അടുക്കള വിശേഷങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യവും പരിസരവും ഒക്കെ ഒന്ന് കാണിച്ചു തരാന്ന്. ഞാനേ ഈ ചോറ് തലേ ദിവസത്തെ ചോറ് കുറച്ചുള്ളത് തിളപ്പിച്ച് ചാറിലേക്ക് കൊടുക്കും. എന്നിട്ടാണ് കേട്ടോ നമുക്ക് കഴിക്കാനുള്ള ചോറ് വെക്കുന്നത്. അപ്പൊ ഞാൻ സിങ്കിനകത്താണ് ഞാൻ ചോറ് ഊറ്റാനായിട്ട് വെക്കുന്നത്. അതായത് നമ്മുടെ ചോറ് ഊറ്റുന്ന പാത്രം ഉണ്ടല്ലോ, അത് സിങ്കിനകത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ചോറും വെള്ളവും കഞ്ഞി വെള്ളം ഊറ്റിക്കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ കഞ്ഞി ഊറ്റാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു ലോഡ് പാത്രം കിടക്കുന്നു സിങ്കിനകത്ത്. ഈ ഒരു മാറ്റ് കണ്ടോ, ഇതേ സത്യത്തില് ഞങ്ങള് വീട്ടിലേക്ക് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ചവിട്ടി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ വാങ്ങിയതാണ്. അവിടെ ഇത് വാഷ്റൂമിന്റെ ഫ്രണ്ടിൽ ഇടുന്ന ചവിട്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ ചൈനക്കാരുടെ ഒക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ മോഡൽ സാധനത്തിൽ പാത്രം കഴുകി വെക്കുന്നതും അത് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും എന്നൊക്കെ. ആ ഒരു ഐഡിയക്ക് വാങ്ങിച്ചതാ. പക്ഷെ സത്യം പറയാലോ, ശരിക്കും വോത്തായിട്ടുള്ളൊരു സാധനമാണ്. നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. 2-3 തവണ നമുക്ക് കഴുകി വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ എടുത്തിടും. ഇത് കഴുകി ഉണക്കിയും വെക്കും. അടിപൊളി സാധനമാണ്. പാത്രങ്ങളെല്ലാം കഴുകി ചാർലിയുടെ ചോറും ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേ. എന്നിട്ട് കഞ്ഞിക്കലം കഴുകി അതിൽ വെള്ളം നിറച്ച് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇന്ന് ഞാനേ കറിക്ക് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ വൻപയറില്ലേ, നല്ല വെളുത്തുള്ളിയൊക്കെ ഇടിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുക്കറിനകത്ത് ചിക്കൻ സ്റ്റൂ ഇരിക്കുകയാണ്. ഞാനപ്പം അതൊന്ന് ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് കരുതി. ഞാൻ കുറച്ചധികം ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം ചായക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു ചായയും തിളപ്പിച്ച് ഈ ഇടിയപ്പവും സ്റ്റൂവും ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചിക്കൻ സ്റ്റൂ നന്നായിട്ട് ചൂടാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുക്കറൊക്കെ നന്നായിട്ട് കഴുകി അതിനകത്ത് വൻപയർ വേവിക്കാനായിട്ട് ഇട്ടു. പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പം ഈയിടെയായിട്ട് ഇടുന്ന ഷോർട്സിൻ്റെ ഒക്കെ കമൻസിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഹോം ടൂർ ചെയ്യാമോ, കിച്ചൺ ടൂർ ചെയ്യാമോ, ഗാർഡൻ ടൂർ ചെയ്യാമോ എന്നൊക്കെ. ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനനുസരിച്ച് എനിക്ക് പെട്ടെന്ന് ഓരോന്ന് ചെയ്യാമല്ലോ. ഹോം ടൂർ ചെയ്യാനാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് വേണോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. അടുക്കളയിലിരുന്നേ ഈ പണിയൊക്കെ ആണെങ്കിൽ ഞാനവിടെ TV-യിൽ ഒരു സിനിമയൊക്കെ ഇട്ട് അതിന്റെ സൗണ്ടൊക്കെ അങ്ങ് കൂട്ടി വെച്ച് അതും കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അവിടെ പോയി ഇരുന്ന് കാണാനുള്ള നേരമൊന്നുമില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ നേരം അതെന്തായെന്ന് നോക്കിയിട്ട് പോകും. ബാക്കിയൊക്കെ അടുക്കളയിൽ നിന്ന് സൗണ്ടൊക്കെ കേട്ടങ്ങ് മനസ്സിലാക്കും. കഥ അമ്പാടിക്കുട്ടൻ പോയപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ മാറി കൗച്ചിലിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഞാനതങ്ങ് മടക്കി വെക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും പിന്നെ സിനിമയിലങ്ങ് മുഴുകി. സിനിമ കാണലൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനിയും അതിന് മുന്നിൽ നിന്നാൽ ഉച്ചയ്ക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് സിനിമ കാണലൊക്കെ അങ്ങ് നിർത്തി ഞാൻ വീണ്ടും നേണ്ട കിച്ചണിലേക്ക് തന്നെ വന്നു. പയറ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാത്തത് കൊണ്ടേ ഞാനൊരു 4-5 വിസിലങ്ങ് അടുപ്പിച്ചു. നന്നായിട്ടങ്ങ് വേവട്ടേന്ന് കരുതി. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ടു. ഇനിയിപ്പം ഇതെന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തേക്കും രാത്രിയിലത്തേക്കും പിന്നെ നാളെ രാവിലെ ചാർലിക്കും കൂടെ കൊടുക്കാനുള്ള ചോറാണ് ഞാൻ ഈ തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഞാനേ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഇതിൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണേ. അതായത് ഇവിടെ ഗ്യാസ് അടുപ്പേ ഉള്ളൂ, എല്ലാം ചെയ്യുന്നത് ഗ്യാസിലാണ്. അതുകൊണ്ട് ഈ അരിയൊക്കെ തിളപ്പിക്കുമ്പോൾ 1 മണിക്കൂറൊക്കെ ഇട്ട് വേവിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ചൂന്ന് മനങ്ങ് ഗ്യാസ് തീർന്നു പോകും. അതുകൊണ്ട് നമ്മുടെ അരി തിളച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ട് മൂടി വെച്ച് എയർ പോവാത്ത രീതിയിൽ മുകളിൽ ഇച്ചിരി വെയിറ്റും കൂടി എടുത്ത് വെക്കണം. എന്നിട്ട് ആ ആവിയിലിരുന്ന് അതങ്ങ് വേവും. എന്നിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അത് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വീണ്ടും ഇതുപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും ചോറ്. അതൊക്കെ അവിടെ നിന്ന് വേവുന്ന നേരം കൊണ്ടേ നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. എങ്ങനെയുണ്ട് മുകളിലത്തെ വ്യൂ എന്നൊക്കെ ഒന്ന് കാണണ്ടേ. എനിക്ക് ഈ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നത് ഇന്നും ഒരു വികാരം തന്നെയാണ് കേട്ടോ. അമ്പാടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓടി വന്ന് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞ് ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ, ഈ കയറ് കെട്ടി കൊടുത്തിട്ടും കയറി പോകുന്നില്ല. കയറ്റിവിടൽ തന്നെയാണ് ഇപ്പൊ എന്റെ ജോലി. പുറത്ത് നല്ല മഴക്കാറാണ്. ഇപ്പം മഴ പെയ്യൂന്നും പറഞ്ഞുള്ള അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. എനിക്ക് ഈ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് വന്ന അടിപൊളിയാണ്. ഞാനും അമ്പാടും ചിലപ്പോൾ ചായയൊക്കെ ഇവിടെ വന്നിരുന്ന് കുടിക്കാറുണ്ട്. ശരത്തേട്ടൻ്റെ ഐഡിയ ആണ് കേട്ടോ ഈ വള്ളം ഇവിടെ വെച്ചിട്ട് അതിൽ ആമ്പൽ നടാമെന്നുണ്ടായിരുന്നത്.
ശരത്തേട്ടൻ പറഞ്ഞ പ്രകാരം ചെയ്തതുമാണ്. പക്ഷേ ഇതൊരു നല്ല ഐഡിയ ആയിട്ടാട്ടോ എനിക്കിപ്പോൾ തോന്നുന്നത്. നല്ല രസമാണ്. എല്ലാ ദിവസവും ഇതിനകത്ത് ആമ്പലുണ്ടാവും. ഇപ്പം മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒടിഞ്ഞു കുത്തി കിടക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നല്ല നീല ആമ്പലുണ്ടാവും അതിനകത്ത്. പൂത്തുലഞ്ഞു നിന്ന എൻ്റെ ബോഗൻവില്ലയിലൊക്കെ ഇപ്പം കമ്പ് മാത്രമേ ഉള്ളൂ. ഇനി അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. വളമൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ, മഴവെള്ളത്തിലെല്ലാം ഒലിച്ചു പോകുമല്ലോ. പിന്നെ ഇവിടെയൊക്കെ വെച്ചേക്കുന്ന ചെടികൾക്ക് നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ മഴവെള്ളം നന്നായിട്ട് വീഴുന്നുണ്ട്. പെന്നിവട്ടമൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. അവിടെ ഞാൻ കുറച്ച് നന്ദ്യാർവട്ടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ ഞാനും അമ്പാടി ഇരുന്ന് ചായ കുടിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ 10 മണിയൊക്കെ നന്നായിട്ട് പൂ വിട്ട് നിൽക്കുന്നുണ്ട്. ക്യാറ്റ്സ് ക്ലോയും നന്നായിട്ട് കയറി വരുന്നുണ്ട്. 2-3 മാസമായതുള്ളൂ ഞാൻ ഈ ക്യാറ്റ്സ് ക്ലോ വെച്ച് കൊടുത്തിട്ട്. പക്ഷെ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഈ 10 മണിയൊക്കെ ചുമ്മാ കൊണ്ടുവന്ന് നട്ടതാ. മഴ പെയ്തപ്പോഴത്തേക്ക് അത് നന്നായിട്ട് അങ്ങ് പിടിച്ചു. കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. എന്ത് രസമല്ലേ കാണാൻ. ഒരുപാട് ചിലവൊന്നും ഇല്ലാണ്ട് ഗാർഡൻ നല്ല ഭംഗിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് 10 മണി. ഇതിൻ്റെ വെറൈറ്റി ആണെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ, അത്രയ്ക്കുണ്ട് ഇതിൻ്റെ വെറൈറ്റികൾ. പുറത്തെ ഭംഗിയൊക്കെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. പയ്യെ ഹെലിക്കോണിയുടെ അടുത്തൊക്കെ പോയി ഒന്ന് തപ്പിയും തലോടിയൊക്കെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ മഴ സമ്മതിച്ചില്ല. ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങ് ശക്തി കൂടി. അങ്ങനെ ഞാൻ ഓടി അകത്തേക്ക് കയറിയേ. മഴ തോളുന്ന കണ്ടപ്പോൾ ഞാൻ ഇത്രയും അങ്ങ് വിചാരിച്ചില്ല കേട്ടോ. നല്ല പെരുമഴയാണ് പെയ്തത്. ഒരു ഇച്ചിരി നേരം കൊണ്ട് അവിടെ മൊത്തം വെള്ളം ഒഴുകാൻ തുടങ്ങി. നല്ല രസമുണ്ട് കാണാനായിട്ട്. അല്ലെങ്കിലും മഴ പെയ്യുന്ന സമയത്തേ വീട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മഴയത്തെ വീടിൻ്റെ ഭംഗി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓടി ഇങ്ങോട്ടേക്ക് കയറിയ നേരം കൊണ്ട് ഞാൻ അങ്ങ് ആകപ്പാടെ നനഞ്ഞേ. എനിക്കാണെങ്കിൽ ഈ മഴയൊക്കെ നനയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ മഴയൊക്കെ പെയ്യുമ്പോഴേ എനിക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അനിയനോടൊക്കെ പറയാറുണ്ട്, എടാ നമ്മൾ എന്തേരം മഴയത്ത് നനഞ്ഞതാടാ, എന്തേരം വിറകൊക്കെ പറക്കാൻ പോയിട്ടുള്ളതാടാ. അമ്പാടിയുടെ സ്കൂൾ ഇവിടെ അടുത്താണ് കേട്ടോ, നടന്നു പോയി വിളിച്ചോണ്ട് വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അച്ഛൻ വൈബ് അടിക്കണമെന്ന് പറഞ്ഞ് കൊടയൊക്കെ ചൂടിക്കൊണ്ട് പോയി അമ്പാടിനെ വിളിച്ചോണ്ട് വന്നേ. ആ വരവാണ് ദേ ഈ കാണുന്നത്. ഓടി വന്നേ. എന്തോന്ന്? ഓ നമ്മടെ കൊടയോ? നീ പോണേ? അമ്പു നടന്നാണോ വന്നേ ഇന്ന്? അമ്പു എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ റോബോട്ടിനെ പോലെയാണ്. എല്ലാം ദീം തിരക്കട തോന്നും പറഞ്ഞ് പിന്നെ ഭയങ്കര തിരക്കാണ് എനിക്ക്. അവൻ എന്നെ ഉണ്ടല്ലോ അമ്മു എന്നാണ് വിളിക്കുന്നത്. എപ്പോഴും അമ്മു എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. എനിക്ക് അവൻ എന്നെ അമ്മു എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും അമ്മു എന്ന് വിളിക്കുമ്പോൾ. വളരെ റെയറായിട്ട് എന്തെങ്കിലും കാര്യസാധ്യമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എന്ന് വിളിക്കും. എനിക്കാണെങ്കിൽ ആ വിളി കേൾക്കുമ്പോൾ രോമാഞ്ചം വരും കേട്ടോ. കാരണം വല്ലപ്പോഴും അല്ലേ അമ്മ എന്നുള്ള വിളി കേൾക്കുന്നത്. ഏത് നേരം അമ്മു 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 എന്നും പറഞ്ഞ് ഇങ്ങനെ പുറകേ നടന്നോളും. ഈ കുട്ടി ബാഗൊക്കെ ഇട്ട് നടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. എത്ര പെട്ടെന്നാണല്ലേ കുട്ടികളൊക്കെ വലുതാവുന്നത്. എൻ്റെ കയ്യിലിരുന്ന കുഞ്ഞു വാവ ഇപ്പോൾ ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പോയി തന്നെ ചെരുപ്പൊക്കെ ഊരി എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാനൊക്കെ ആയേക്കുന്നു. എനിക്ക് സന്തോഷവും അതിൽ കൂടുതൽ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ പെട്ടെന്ന് വളർന്നങ്ങ് പോവല്ലേ. ഇനി അമ്പൂസിനെ ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആക്കി എടുത്തിട്ട് ഈ കഞ്ഞി ഊറ്റാനുണ്ട്, കറി ഉണ്ടാക്കാനുണ്ട്, കുറേ പണികളുണ്ട്. നോക്കിക്കേ, കലാത്തിയൊക്കെ നന്നായിട്ട് വലുതായിട്ട് കിച്ചണിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയായില്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ കരുത്ത്. ബൈ.